എന്താ ഏതിനകത്ത പഴയത്? ഏത് കാര്യത്തിലാണ് സാർ പഴയത്? ജമായത്തെ ഇസ്ലാമിയും ഞങ്ങളുമായി ഒരു രാഷ്ട്രീയ ചർച്ച നടത്തി ഒരു വോട്ട് സമാഹരണം ഉണ്ടായിട്ടില്ല. ജമായത്തെ ഇസ്ലാമി വോട്ടായിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് അവർ വോട്ട് ചെയ്യുന്നതിന്റെ രീതി ഞങ്ങൾ മൂല്യം ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനയാണ്. അതിനകത്ത് അവർക്ക് ദേശീയ സാർവദേശീയ നിലപാടുകൾ അടക്കമുണ്ട്. അങ്ങനെ ഇല്ലാതെയുള്ളൊരു കൂട്ടരായിട്ട് അവരെ വളരെ ചുരുക്കി കണ്ടോ എന്നുള്ളൊരു സംശയം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ദേശീയ അന്തർദേശീയ കാഴ്ചപ്പാടുള്ള സംഘടനയാണ്, അവരെ ചുരുക്കി കാണരുത് എന്നാണ് കോമ്രേഡ് പിണറായി വിജയൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ അതിന് തർക്കമില്ലല്ലോ. ഇപ്പോഴും അവർക്ക് ദേശീയ നിലപാടും അന്തർദേശീയ നിലപാടും എല്ലാം. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ, PDP പോലുള്ള സംഘടനകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തതിൽ UDF അസ്വസ്ഥമാണെന്ന് പറഞ്ഞൊരു ബൈറ്റ് ആയം കാണിച്ചു നേരത്തെ. അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അന്നത്തെ വർത്താനം ഇന്ന് പറയോ ജമാഅത്തെ ഇസ്ലാമി ദേശീയ അന്തർദേശീയ കാഴ്ചപ്പാടുള്ള സംഘടനയാണ്, അവരെ ചുരുക്കി കാണാൻ പാടില്ല എന്ന അഭിപ്രായം ഉണ്ടോ? അത് പറഞ്ഞാൽ പോരായിരുന്നു, ബൈറ്റൊക്കെ എടുത്തോണ്ട് വരാൻ. പിണറായി വിജയൻ പറഞ്ഞതിനകത്ത് ഇപ്പോഴത്തെ നിലപാട് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? നിങ്ങൾ പറയുന്നത് പിണറായി വിജയൻ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതും ഇപ്പൊ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ജമാഅത്തെ ഇസ്ലാമി ദേശീയ അന്തർദേശീയ നിലപാടുകളുണ്ട്, അതിനെന്താ കുഴപ്പം? പറയട്ടെ, ഞാൻ പറയാം, വ്യത്യാസം പറയാം. ജമാഅത്തെ ഇസ്ലാമി ദേശീയ അന്തർദേശീയ നിലപാടുകളുള്ള സംഘടനയാണെന്ന് പറഞ്ഞാൽ വിശാലമായ കാഴ്ചപ്പാടുള്ള സംഘടനയാണെന്ന് തന്നെ മലയാളം. പോട്ടെ, ഇനിയിപ്പോൾ സാങ്കേതിക അർത്ഥത്തിലെടുക്കൂ. ശരി, ദേശീയ അന്തർദേശീയ കാഴ്ചപ്പാടുണ്ട്, അവരെ ചുരുക്കി കാണാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചുരുക്കി കണ്ടോ എന്ന് എനിക്ക് സംശയം എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തനം തിരുത്തുകയാണ് പിണറായി വിജയൻ. ഒന്ന്. രണ്ടാമത് പിണറായി വിജയൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മുസ്ലിം സംഘടനകൾ, PDP പോലുള്ള മുസ്ലിം സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ, PDP പോലുള്ള സംഘടന ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ UDF പ്രവർത്തകർ അസ്വസ്ഥരായിരിക്കുകയാണ്, നേതൃത്വം അസ്വസ്ഥരായിരിക്കുകയാണെന്നാണ് മറ്റേ ബൈറ്റ്. അത് ഞാൻ പൂർണ്ണമായും പ്ലേ ചെയ്തില്ല, വേണേ പ്ലേ ചെയ്യാം. അപ്പൊ ആ വർത്താനം ഇപ്പോഴും പറയോ? ഒരു തർക്കമില്ല സാർ, ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്, തർക്കമില്ലല്ലോ അതിൽ. നിങ്ങൾ അവരെ ശ്ലാഘിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ അവരെ ശ്ലാഘിക്കുകയോ തമ്മിലുള്ള രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമല്ല. രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമല്ല ജമാഅത്തെ ഇസ്ലാമി. ഇപ്പൊ ബാബറി മസ്ജിദ് തകർത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏത് മുസ്ലിം ലീഗ് പോലും ഇടതുപക്ഷത്തോട് വരാൻ താല്പര്യം കാണിച്ചു. അവര് UDF മുന്നണിയിൽ അന്ന് പങ്കെടുത്തില്ല, യോഗത്തിൽ പങ്കെടുക്കാൻ പോയില്ല അവര്. അത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? മുസ്ലിം ലീഗ് UDF ഘടകകക്ഷിയായിട്ട് പോയില്ല പ്രതിഷേധിച്ച്. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ വോട്ട് ചെയ്താൽ രമേശ് എന്താ ഇത്ര ഹാലുകളൊക്കെ എന്ന് പിണറായി വിജയൻ ചോദിച്ചത് ആധുനിക ഇന്ത്യയിൽ അല്ല. ജമാഅത്തുമായി ഞങ്ങൾ ചർച്ച നടത്തിയാൽ എന്താ നിങ്ങൾക്ക് ഇത്ര ഹാലുകളക്കം എന്ന് പിണറായി വിജയൻ ചോദിച്ചാണോ? എന്റെ PK ഗോപ, നിങ്ങൾ അരി എത്രയെന്ന് ചോദിക്കുമ്പോ പയർ അഞ്ചാടി എന്ന് പറയരുത് ഉത്തരം. ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഇത്ര ഹാലിളക്കം, രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ ഇത്ര ഹാലിളക്കം എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നത് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോഴാണ്.